സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സോ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് കടക്കുകയാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956 defined stock exchange as an association, organization or an individual, whether incorporated or not, established for the purpose of assisting, regulating and controlling the business in buying, selling and dealing in securities. സോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരു അസോസിയേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആകാം. അത് ചിലപ്പോൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ചെയ്യാത്തതായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബയ്യിങ് ആൻഡ് സെല്ലിങ് ആൻഡ് ഡീലിംഗ് ഇൻ സെക്യൂരിറ്റീസ് വാങ്ങിക്കുക, വിൽക്കുക, അത് ഡീൽ ചെയ്യുക, ട്രാൻസാക്ഷൻസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അസിസ്റ്റ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടിയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു ഡെഫിനേഷനിൽ നിന്ന് തന്നെ പിന്നെ നമ്മൾ എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ളതിനെക്കുറിച്ച് കംപ്ലീറ്റ് ഇൻഫർമേഷൻ പറയുന്നുണ്ട്. സോ ഇതിൽ നമ്മൾ പറയുന്ന സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. എന്താണ് ഈ സെക്യൂരിറ്റീസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഷെയർസ് ആവാം, ഡിബഞ്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ അതർ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഓഫ് ലൈക്ക് എനി നാച്ചർ ഓഫ് ഇൻകോർപ്പറേറ്റഡ് കമ്പനി. ഒരു ഇൻകോർപ്പറേറ്റഡ് കമ്പനിയുടെ ഇഷ്യൂ ചെയ്യുന്ന ഏത് നാച്ചറിലുള്ള മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആയാലും അതെല്ലാം സെക്യൂരിറ്റീസ് കാറ്റഗറിയിൽ പെടുന്നു. ദെൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആവാം, അല്ലെങ്കിൽ റൈറ്റ് സെക്യൂരിറ്റീസ് ആവാം. ഇതൊക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആണ്. സോ ഈ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പിന്നെ കൺട്രോൾ ചെയ്യുന്ന, അതിൻ്റെ ട്രാൻസാക്ഷൻസ് ഡീൽ ചെയ്യുന്ന കൺട്രോൾ ചെയ്യുന്ന ആ ഒരു എക്സ്ചേഞ്ചിനെയാണ്, ആ ഒരു ഗ്രൂപ്പിനെയാണ്, അസോസിയേഷനെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. സോ നമുക്ക് ഹിസ്റ്ററി പറയുകയാണെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇന്ത്യയിലുള്ള ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 18th സെഞ്ച്വറിയിലാണ്. 18th സെഞ്ച്വറിയിൽ, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലോൺ സെക്യൂരിറ്റീസ് ട്രേഡിംഗ്, ലോൺ റിലേറ്റഡ് ആയിട്ട്, അതായത് സെക്യൂരിറ്റീസ് ട്രേഡിങ് നടത്തിയത് ലോൺ സെക്യൂരിറ്റീസ് ട്രേഡിംഗ് ഫോർമാറ്റിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 18th സെഞ്ച്വറിയിൽ സ്റ്റാർട്ട് ചെയ്തു. അതാണ് അതിൻ്റെ ഒരു തുടക്കം ഇട്ടത്. ഓക്കെ, എന്നിട്ട് 1830 ആയപ്പോൾ അവർ കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ്, കമ്പനിയുടെ കോർപ്പറേറ്റ് സെക്യൂരിറ്റീസുകൾ, അതായത് ഷെയർസ് ആവാം, ഡിബഞ്ചേഴ്സ് ആവാം, അങ്ങനെയുള്ള കോർപ്പറേറ്റ് സെക്യൂരിറ്റീസുകളൊക്കെ ട്രേഡ് ചെയ്യണത് സ്റ്റാർട്ട് ചെയ്തു. ജസ്റ്റ് ഒരു ട്രേഡിങ്, എങ്ങനെയാണ് വാങ്ങുക വിൽക്കുക എന്നുള്ള ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് 1850 ആയപ്പോൾ 22 സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഈ ഒരു സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നു. 22 സ്റ്റോക്ക് ബ്രോക്കേഴ്സ് മാത്രമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അതായത് ഈ ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് 22 സ്റ്റോക്ക് ബ്രോക്കേഴ്സ് മുന്നോട്ട് വന്നു. അപ്പോൾ അവർ ഒരുമിച്ച് ഈ പിന്നെ ബോംബെ ടൗൺ ഹാളിന് ഓപ്പോസിറ്റുള്ള ഒരു ബനിയൻ ട്രീൻ്റെ അണ്ടറിലായിരുന്നു ഇരുന്നിട്ട് ഈ ട്രേഡിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആ ഒരു പോർഷനെ അല്ലെങ്കിൽ ആ ഒരു പ്ലേസിനെ ഇന്ന് അറിയപ്പെടുന്ന പേര് ഹോണിമോൺ സർക്കിൾ എന്നാണ്. ഓക്കെ, അപ്പോൾ പിന്നെ അതിന് ശേഷം അവർ പിന്നെ കുറച്ചും കൂടെ, അതായത് ട്രാൻസാക്ഷൻസ് കുറച്ചും കൂടെ പിന്നെ കൂടി. അപ്പോൾ ബ്രോക്കേഴ്സിൻ്റെ എണ്ണം കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അതായത് ബനിയൻ ട്രീൻ്റെ ഒരു പ്രത്യേകത തന്നെ അതാണല്ലോ. ബനിയൻ ട്രീ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു ട്രീ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ അണ്ടറിൽ അവർ മീറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം ഉണ്ടായത്. അതുപോലെ തന്നെ സംഭവിച്ചു. ഈ ബ്രോക്കേഴ്സിൻ്റെ എണ്ണത്തിൽ വളരെയധികം ഇൻക്രീസ് ഉണ്ടായി. സോ ഇൻക്രീസ് ഉണ്ടായപ്പോൾ അവർക്ക് അവിടെ ആ ഒരു പ്ലേസ് പോരാതെ വന്നു. അങ്ങനെ അവർ മെഡോസ് സ്ട്രീറ്റ് ജംഗ്ഷനിലേക്ക് മാറി. ആ പ്ലേസിനെ ഇപ്പോൾ പറയുന്ന പേരാണ് മഹാത്മാഗാന്ധി റോഡ്. ഓക്കെ, അതിനുശേഷം 1874 അവർ വീണ്ടും ഈ സ്റ്റോക്ക് ബ്രോക്കേഴ്സിൻ്റെ എണ്ണം വീണ്ടും കൂടി. അങ്ങനെ അവർ ദലാൽ സ്ട്രീറ്റിലേക്ക് മാറി. ഓക്കെ, ആ ദലാൽ സ്ട്രീറ്റിൽ പിന്നെ അറിയപ്പെടുന്നത് നാറ്റീവ് ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ബ്രോക്കേഴ്സിൻ്റെ ഒരു അസോസിയേഷൻ ആയിട്ടാണ് ഇത് ആദ്യമായിട്ട് ഫോം ചെയ്തത്. എന്നിട്ട് 1875 ആയപ്പോൾ നമ്മളുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോം ചെയ്തു. സോ ഏറ്റവും ആദ്യം ഫോം ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് BSE അഥവാ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. 1875 ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ. ഇനി എന്താണ് ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഏറ്റവും ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഏഷ്യയിലെ.
1875 ഇത് നിലവിൽ വന്നത്. പിന്നെ പെർമനൻറ്റ് റെക്കഗ്നിഷൻ കിട്ടിയത്, അതായത് സെക്യൂരിറ്റീസ് ആൻഡ് കോൺട്രാക്ട്സ് റെഗുലേഷൻ ആക്ട് 1956 പ്രകാരമുള്ള പെർമനൻറ്റ് റെക്കഗ്നിഷൻ കിട്ടിയ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ്, സോ ഇൻഡെക്സ് എന്താണെന്നുള്ളത് നമ്മളിനി പറയും ഡീറ്റെയിൽ ആയിട്ട്. ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ്, അതായത് ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും നമ്മൾ അളക്കുന്ന ഒരു അളവുകോലുണ്ട്, ആ ഒരു മെഷർമെൻറ്റിനെയാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സിനെ പറയുന്ന പേരാണ്, അതായത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇൻഡെക്സ് എന്ന് പറയുന്നത് S&P, പിന്നെ USA ഇൻഡെക്സ് ആണ്. പിന്നെ ഈ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് ഈ BSEയുടെ, അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സിനെ പറയുന്ന പേരാണ് സെൻസെക്സ്. അതായത് 30 കമ്പനികളുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 30 കമ്പനികളുടെ ഇൻഡെക്സുകളെ കൂട്ടിയിട്ടാണ് ഈ സെൻസെക്സ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിനി പറയും. സോ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ട്രേഡിംഗ് ടൈം എന്ന് പറയുന്നത് മൺഡേ ടു ഫ്രൈഡേ ആണ്. ടൈം 9:15 to 3:30 ആണ്. പിന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനികൾ എന്ന് പറയുന്നത് മോർ ദാൻ 5500 ആണ്. ഓക്കെ, ലിസ്റ്റഡ് കമ്പനീസിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ വേൾഡിലെ നമ്പർ 1 എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. കാരണം ഇത്രയും അധികം കമ്പനീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് 1 കമ്പനിയാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 5500 കൂടുതൽ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സെറ്റിൽമെൻറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് T+2 days ആണ്. ദാറ്റ് മീൻസ് എന്നാണോ ട്രേഡിംഗ് നടന്നിട്ടുള്ളത്, ഇപ്പോൾ ബൈയിങ് ആൻഡ് സെല്ലിങ് ആ ഒരു ട്രേഡിംഗ് നടന്നിട്ടുള്ളത്, അത് സെറ്റിൽ ചെയ്യുന്നത് ആ ട്രേഡിംഗ് നടന്ന ദിവസത്തിനേക്കാളും 2 ദിവസം കൂടെ കഴിഞ്ഞാൽ, ആ ദിവസം അതായത് T+2 days കഴിഞ്ഞാലാണ് അതിൻ്റെ സെറ്റിൽമെൻറ്റ് നടക്കുക. സോ അതിനുള്ളിൽ സെറ്റിൽമെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് റൂള്. ഓക്കെ, ഇനി ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതായത് സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അതിനെ പറയുന്ന പേര് BSE ഓൺലൈൻ ട്രേഡിംഗ്, അതായത് ബോൾട്ട് എന്നാണ് അത് അറിയപ്പെടുന്നത്, BSE ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. ആ ഒരു ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് 8 million ഓർഡേഴ്സ് ആണ്. ഒരു ദിവസം 8 million ഓർഡേഴ്സ് വരെ താങ്ങാനുള്ള കപ്പാസിറ്റി BSEയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനുണ്ട്. സോ BSEയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം അറിയപ്പെടുന്ന പേരാണ് ബോൾട്ട്. ഓക്കെ, സോ ഇത്രയാണ് BSEയെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് NSE. ഈ BSEയും NSEയുമാണ് നമ്മൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. NSE എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1992 അതായത് നമ്മൾ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് SEBI ഒരു ആക്ട് വന്നു, അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യൻ ആക്ട്. ഈ SEBI വന്നതിന് ശേഷമാണ്, ആ സമയത്താണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത്. ഓക്കെ, സോ ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് എക്സ്ചേഞ്ച് ഇൻ ദ കൺട്രി ടു പ്രൊവൈഡ് മോഡേൺ ഫുള്ളി ഓട്ടോമാറ്റഡ് സ്ക്രീൻ ബേസ്ഡ് ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം. ഫുള്ളി ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള സ്ക്രീൻ ബേസ്ഡ് ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം വഴി ട്രാൻസാക്ഷൻസ് നടത്തുന്ന ആദ്യത്തെ എക്സ്ചേഞ്ചാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സൂചിക എന്ന് പറയുന്നത്, ഇൻഡെക്സ് എന്ന് പറയുന്നത് നിഫ്റ്റി ആണ്, നിഫ്റ്റി. ഓക്കെ, അതിൽ 50 ഷെയർസാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി പിന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനികൾ എന്ന് പറയുന്നത് മോർ ദാൻ 1300 ആണ്. 1300 കൂടുതൽ കമ്പനികൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഏപ്രിൽ 2018 കണക്ക് പ്രകാരം ലോകത്തിലെ തന്നെ 11ാമത്തെ ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇനി ഈ ഒരു പിന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഈ സ്ക്രീൻ ബേസ്ഡ്, അതായത് ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിനെ പറയുന്ന പേരാണ് NEAT, ദറ്റ് ഈസ് നാഷണൽ എക്സ്ചേഞ്ച് ഫോർ ഓട്ടോമേറ്റഡ് ട്രേഡിംഗ്. നാഷണൽ എക്സ്ചേഞ്ച് ഫോർ ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് ഓർ NEAT എന്നാണ് അതിനെ പറയുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് പറയാനുള്ളത്, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് എക്സ്ചേഞ്ച് ടു ലോഞ്ച് ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് ട്രേഡിംഗ്. സോ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഈ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ.